ആണ് PSC പഠിക്കുന്ന ഏതൊരാൾക്കും ഇങ്ങനെയുള്ള വാർത്തകൾ വിഷമത്തോടെ കാണാൻ സാധിക്കുള്ളൂ. റാങ്ക് ലിസ്റ്റിൽ വന്നാലും ജോലി കിട്ടുമെന്ന് ഒരു ഉറപ്പില്ല. നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. ശ്രുതിയുടെ നിയമനം വെച്ചിട്ട് ഒരുപാട് പേര് വിഷമം പറയുന്നുണ്ട്. അവരും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ PSC എഴുതി ഒരു ജോലി കിട്ടുക എന്നുള്ളത് ഒരു പഠിച്ചാൽ മാത്രം പോരാ, നമുക്ക് ഭാഗ്യം കൂടി വേണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയേക്കാണ്. ഈ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് നാളായി ഈ ഒരു വീഡിയോ ഉണ്ടാക്കും, ഞാൻ ഡിലീറ്റ് ചെയ്യും, ഉണ്ടാക്കും, ഞാൻ ഡിലീറ്റ് ചെയ്യും. ഇടണ്ട എന്ന് കരുതിയതാണ്. പക്ഷേ എനിക്ക് തോന്നി, എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് തോന്നി. ആ കാര്യം ഇനി വേറെ ആർക്കും കൂടി പറ്റാതിരിക്കട്ടെ, ഞാൻ ഈ പറയുന്ന കാര്യം കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം, കമൻറ്റിൽ പറയാം. അപ്പോൾ ഓക്കെ, വീഡിയോ അവസാനം വരെ കാണാം. പറ്റുമെങ്കിൽ ഇതുപോലെ PSC പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആദ്യം തന്നെ ഞാൻ എൻ്റെ കേസ് പറഞ്ഞു തുടങ്ങാം. എൻ്റെ കാര്യങ്ങൾ വച്ച് പറഞ്ഞു തുടങ്ങാം. ഞാൻ MCOM ആണ് എൻ്റെ ക്വാളിഫിക്കേഷൻ. അതിനുശേഷം എനിക്ക് ജോലി ചെയ്യണം, കുറച്ച് എന്തെങ്കിലും ഒരു പോക്കറ്റ് മണി ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ജോലിക്ക് പോയി. ഒരു 2 കൊല്ലം ആ ഒരു ജോലിക്ക് പോയിരുന്നു. വലിയ ജോലിയൊന്നും ആയിരുന്നില്ല. ആ സമയത്ത് നമ്മുടെ കൊറോണ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്തായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ജോലിക്ക് ഞാൻ പോയി ആ സമയത്ത്. അതിനുശേഷം ആണ് എൻ്റെ വീട്ടിൽ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ പ്രൈവറ്റ് ജോലിക്ക് പോകുന്നതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അപ്പോൾ അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ PSC എഴുതണം എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ മിക്കവരുടെയും വീട്ടിലിപ്പോൾ അങ്ങനെ ഉണ്ടാവും. മിക്കവരും അവരുടെ പാരൻസ് പറയുന്നത് അവരുടെ ആഗ്രഹം കൊണ്ടൊക്കെ ആയിരിക്കും ഇതിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഞാനും അപ്പോൾ അങ്ങനെ നമുക്കങ്ങനെ ഒരു അവരങ്ങനെ ഒരു ഇത് പറയുമ്പോൾ മൂത്തവർ പറയുന്നതാണല്ലോ. അപ്പോൾ നമ്മളെന്തായാലും അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. അതിനുശേഷം ഇതിലേക്ക് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ PSC പുച്ഛിച്ച് നടന്നിരുന്ന ഒരു ആളായിരുന്നു. കാരണം ഇത് എനിക്ക് ഇത്രയും നാൾ കാത്തിരിക്കാനോ അതിനു വേണ്ടി ഒരു ഭാഗ്യ പരീക്ഷണം നടത്താനുള്ള ഒരു ക്ഷമയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അതിപ്പോഴും ഇല്ല. അതിലേക്ക് ഞാൻ വരാം. എന്നിട്ട് ഞാൻ പോയി ഒരു കോച്ചിങ് സെൻ്ററിൽ ചേർന്നു. എനിക്ക് ചേർന്ന് പഠിക്കാനും അതിനൊക്കെ പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു ഓക്കെ, പഠിക്കാം, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ തോന്നി. ഞാൻ മര്യാദയ്ക്കൊക്കെ പഠിച്ചിരുന്നതാണ്. പിന്നെ കോച്ചിങ് സെൻ്ററിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 1.5 വർഷത്തോളമായിട്ട് പോയിരുന്നു. കുറച്ച് നാൾ എന്താണ് ക്ലാസ് ഒരു 5-6 മാസം, പിന്നെ ബാക്കിയുള്ളത് കമ്പൈൻഡ് സ്റ്റഡിയാണ്. അപ്പോൾ പിന്നീട് എനിക്ക് ഈ കമ്പൈൻഡ് സ്റ്റഡിക്ക് എനിക്ക് പൈസ കൊടുത്ത് പോകാനായിട്ട് പിന്നീട് താല്പര്യമില്ല. പിന്നെ എൻ്റെയിലും പൈസ അതിന് വേണ്ടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അതിന് നിർത്തി. ഞാൻ പിന്നെ വീട്ടിലിരുന്ന് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അന്നേരത്ത് ഫോക്കസ് ചെയ്യുന്നത് ഈ കഴിഞ്ഞു പോയ ഈ LDC ആയിരുന്നു. LDC നോക്കാം എന്നുള്ള രീതിയിൽ. കാരണം ഡിഗ്രി ലെവലൊക്കെ ഒരെണ്ണം എഴുതിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതെനിക്ക് പറ്റിയ പണിയല്ല എന്ന്. അപ്പോൾ LDC നോക്കാം, എളുപ്പമായിരിക്കുമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ടായിരുന്നു നോക്കിയിരുന്നത്. വീട്ടിലിരുന്നിട്ടാണെങ്കിൽ ഞാൻ കുറച്ച് നാൾ മര്യാദയ്ക്കൊക്കെ റിവിഷൻ ചെയ്ത് പോയതാണ്. ആ നേരത്ത് ആ എക്സാം വന്നിരുന്നെങ്കിൽ പിന്നെയെങ്കിലും എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നേനെ. പക്ഷേ ഈ എക്സാം ആ ഒരു സമയത്ത് അതിൻ്റെ സമയത്തല്ലേ വരുള്ളൂ. എക്സാം കഴിഞ്ഞത് ഈ ഒരു ഒക്ടോബറിലോ ഇപ്പോൾ ഈ കഴിഞ്ഞ LDC ആയിരുന്നല്ലോ. അതെന്തായാലും കൊളായിട്ടുണ്ട്. അതിലെനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. ഞാൻ ആ ഒരു നേരമൊക്കെ ആയപ്പോഴേക്കും എൻ്റെ ആ പഠനത്തിൻ്റെ ഇതിൻ്റെയൊക്കെ മൈൻഡൊക്കെ പോയി. എനിക്കാകെ അതിനോടൊന്നും ഒരു അർപ്പണബോധം ഇല്ലാതെ ഇരുന്ന് പഠിച്ച ഒരാളായതുകൊണ്ടായിരിക്കും എനിക്ക് എന്തായാലും അതിലുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഫസ്റ്റ് പോയിന്റ്, നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങിയത് നിങ്ങളുടെ താല്പര്യം കൊണ്ടല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ നിർത്തിക്കോ. അല്ലെങ്കിൽ നിർത്തണം എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ വേറെ പണിക്ക് എന്തെങ്കിലും പൊക്കോ. നിങ്ങളുടെ ഇഷ്ടമുള്ള ഫീൽഡിൽ ഒരു ജോലിക്ക് നിങ്ങൾ പൊക്കോ. എന്നിട്ട് ബാക്കിയുള്ള സമയത്ത് രാത്രിയോ വെളുപ്പിനോ ഒക്കെ എഴുന്നേറ്റ് ഇതിന് വേണ്ടി കുറച്ച് കുറച്ചായിട്ട് പഠിക്കാൻ നോക്കാം. അങ്ങനെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലാണ്ടാണ് നിങ്ങൾ ഇതിലേക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് പറഞ്ഞ് നിർബന്ധിച്ചിട്ടാണ് നിങ്ങൾ ഇതിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് നിങ്ങൾക്ക് വിഷമിക്കും നിങ്ങൾ. കാരണം ഇതിലേക്കൊരു അർപ്പണബോധം വേണം. ഈ PSC എക്സാം എന്നുള്ളത് ഒരു നിസ്സാര കാര്യമല്ല. ഇതൊക്കെ പഠിച്ച് ജോലി കിട്ടിയവർ നമ്മൾ നമിക്കണം. കാരണം ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഇതിൽ. പഠിക്കാമെന്ന് മാത്രമല്ല, ഇപ്പോൾ ഇതിന് പുറമെ നമുക്ക് ഭാഗ്യം വേണം. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്കൊരുപാട് മനക്കട്ടി വേണം. അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പലരുടെ അടുത്തു നിന്നും കേൾക്കേണ്ടി വരും. അതൊക്കെ സഹിക്കാനും ക്ഷമാശക്തി നല്ലോണം വേണം. എന്നുവെച്ചാൽ ഇത് ഇടാപിടി നടക്കുന്ന കാര്യങ്ങളല്ല. ഒരുപാട് നാൾ പിടിക്കും ഇതിൻ്റെ പരീക്ഷ വരാൻ, റിസൾട്ട് വരാൻ. നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കും. ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ പറഞ്ഞത്. നിങ്ങളുടെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഇറങ്ങുക. ഇതുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പ്രൊഫഷൻ തിരഞ്ഞെടുക്കുക. അതിൽ നിങ്ങൾ എക്സ്പീരിയൻസ് വളർത്തിയെടുക്കാൻ നോക്കുക. ആദ്യമൊക്കെ സാലറി കുറവായിരിക്കും. പക്ഷേ എക്സ്പീരിയൻസ് വളർത്തി നമ്മൾ നല്ല ഒരു സ്കിൽഡ് ആവുക. നല്ല പാഷനേറ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് ആ ഒരു രീതിയിലും പോകാം. അല്ലാതെ ഇതുണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത്.
ചിലവർക്ക് ആ ഒരു ഇതില്ല. അതുകൊണ്ടാണ് അവര് അവരുടെ ഒരു സ്കില്ലും എക്സ്പീരിയൻസൊക്കെ വളർത്തിയെടുത്ത് അവരുടെ മേഖലയിൽ അവർ നല്ലോണം തിളങ്ങുന്നത്. അപ്പോൾ ഇത് കിട്ടിയാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ഇതൊന്നുമില്ല. പിന്നെ ചിലവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചുറ്റുപാടുകളിലൊക്കെ ആയിരിക്കും. അവർക്കപ്പോൾ എന്തായാലും ഈ ഇങ്ങനത്തെ ഒരു PSC ജോലി ഉണ്ടെങ്കിൽ ഒരാശ്വാസമാണല്ലോ. അങ്ങനെ കരുതി ഒരുപാട് പേര് ഇതിലേക്ക് ഇറങ്ങുന്നുണ്ട്. അത് വേറെ കാര്യം. പക്ഷേ മിക്കവരും വേറൊരു ജോലിക്ക് പോയിട്ടായിരിക്കും അങ്ങനെയുള്ളവരൊക്കെ വേറൊരു ജോലിക്ക് പോയിട്ടായിരിക്കും അതിൻ്റെ കൂടെ ഇത് പഠിക്കുന്നത്. അങ്ങനെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യമാണ്. പിന്നെ ഞാൻ ഈ ഇടയ്ക്കല്ല ഇന്നലെ ഞാൻ ഒരു ന്യൂസ് കണ്ടു ഏഷ്യാനെറ്റിൽ. അതും കൂടി കണ്ടപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത്. ഞാനപ്പോൾ അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോടുള്ള ഒരു ചേട്ടനാണ്. ഒരു പയ്യൻ എന്നെക്കാളും ഇളയതാന്ന് തോന്നുന്നു. പുള്ളിക്ക് ഇതുവരെ റാങ്ക് ലിസ്റ്റിലൊക്കെ ഉണ്ടായിട്ടും ഇതുവരെ നിയമനമൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമൊക്കെ പറയുന്ന ഒരു വീഡിയോ നമ്മുടെ മാതൃഭൂമി ന്യൂസിലോ അതിൽ ഞാൻ കണ്ടിരുന്നു. ഞാൻ അതിൻ്റെ കുറച്ച് കമൻസ് കണ്ടു. അത് ഞാനൊന്ന് വായിക്കാം. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവർ കം OA എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റിൽ 2022 ഫെബ്രുവരി 9 പ്രസിദ്ധീകരിച്ച സംഭവമാണ്. അതിൽ ലിസ്റ്റിൽ 288 ഉണ്ടായിരുന്നു. 288 പേരുണ്ടായിരുന്നു. അതിൽ 67 പേർക്കാണ് അപ്പോയിൻമെൻറ്റ് പോയിട്ടുള്ളത്. 192 റാങ്കുകാരന് വരെയാണ് ലാസ്റ്റ് അപ്പോയിൻമെൻറ്റ് പോയിട്ടുള്ളത്. ഇവിടെ ഇവർ ഈ വാട്ടർ അതോറിറ്റിയിലൊക്കെ പോയി നോക്കിയപ്പോൾ 47 ഒഴിവ് കാണുന്നുണ്ട്. പക്ഷേ ഇതുവരെ ആ ഒഴിവുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എനിക്കിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും അറിയില്ല. ഞാനിത് ന്യൂസിൽ കണ്ട കാര്യങ്ങളാണ്. അപ്പോൾ കൂടുതൽ ഇപ്പോൾ അത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒഴിവുകളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ഈ ഒഴിവ് റിപ്പോർട്ട് ചെയ്താലല്ലേ നിയമനങ്ങൾ പുതിയതായിട്ട് നടക്കുള്ളൂ. ഇനി 2 മാസമാണ് ആ ഒരു ലിസ്റ്റിന് കാലാവധി. അപ്പോൾ ഇനി ബാക്കിയുള്ളവരിൽ പെട്ട ഒരാളാണ് ആ ഒരു ന്യൂസിൽ കാണുന്ന ആ ഒരു ചേട്ടനും കൂടി. അപ്പോൾ പുള്ളിയാണെങ്കിൽ ഇതുപോലെ കടലിലൊക്കെ പോയി ജീവിക്കുന്ന ഒരാളാണ്. അത് ബാക്കിയുള്ള സമയത്താണ് ഈ ഇതിലൊക്കെ ഇരുന്ന് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷമമൊക്കെ അറിയാലോ. എല്ലാവരും ഇത് മാത്രമല്ല പലവരും പല വിഷമങ്ങളും പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടും അതിൻ്റെ ഇടയിൽ പഠിച്ചാണ് ഇങ്ങനെ റാങ്ക് ലിസ്റ്റിൽ കയറും. റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ട് ഇപ്പോൾ എന്താ ഗുണമില്ല. ഇപ്പോൾ പഠിച്ചാലും കാര്യമില്ല. അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥ. പിന്നെ ഭാഗ്യം വേണം. പിന്നെ ആരെങ്കിലുമൊക്കെ പരിചയം വേണം. വലിയ വലിയ ആൾക്കാർ ഇങ്ങനെയൊക്കെ വരികയാണ് ഈ ഒരു ഗവൺമെൻറ് ജോലി കിട്ടാനായിട്ട് ഇപ്പോഴത്തെ ഒരു കാലത്ത്. എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് മടുക്കും. ശരാശരി ഒരു PSC പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇതൊക്കെ കാണുമ്പോൾ മനസ്സ് മടുക്കും. അതിനിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്കും ഇങ്ങനെ ഒരു സംശയം ഉള്ളിൽ കിടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. അത് എല്ലാവർക്കും ഉള്ളതാണ് ഇതൊക്കെ കാണുമ്പോൾ. ഞാൻ പറയുന്നത് നിങ്ങൾ ഇതിനു വേണ്ടി ഒരുപാട് വർഷങ്ങൾ കളയരുത്. കുറേ പേര് ഏജ് ഓവർ 10-30 വയസ്സ് വരെയൊക്കെ ഇതിനു വേണ്ടി നോക്കിയിരിക്കും. അത്രയൊന്നും കളയരുത്. നിങ്ങളുടെ ഒരു നല്ല കാലഘട്ടമാണ് ഈ 30 വയസ്സിൻ്റെ എത്തുന്നതിന് മുമ്പ് ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്നതായിരിക്കും ബാക്കി പിന്നീട് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആ സമയത്ത് നമ്മൾ വെറുതെ PSC ഇത് മാത്രം പഠിച്ച് ലാസ്റ്റ് ജോലി ആവാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് എന്താ ചെയ്യുക? നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടോ ഒരു പ്രൈവറ്റ് ജോലിക്ക് നോക്കാൻ? ഇല്ല. അപ്പോൾ നിങ്ങൾ കൂടിപ്പോയ ഒരു 1-2 വർഷം ഡിഗ്രി കഴിഞ്ഞിട്ട് ഇതിന് വേണ്ടി നോക്കുക. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇത് എന്നെക്കൊണ്ട് പറ്റണ കാര്യമാണ് അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫീൽഡിലുള്ള ഒരു ജോലി നോക്കുക. അല്ലെങ്കിൽ ആ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈൻ കോഴ്സുകളൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. ഓരോ സ്കില്ലുകൾ അതൊക്കെ പഠിക്കാൻ നോക്കുക. അതൊരു അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾക്ക് ഇപ്പം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ഞാനിപ്പോൾ രണ്ട് വർഷം ഈ PSC ഇതിൻ്റെ പുറകിൽ നടന്ന് പോയതാണ്. ഞാനിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് ഒരുപാട് പോകുമ്പോൾ എന്നോട് ചോദിക്കുന്നത് ഈ ഒരു 2 വർഷം എന്താണ് ഗ്യാപ്പ്? എന്തായാലും അവർ ചോദിക്കും. നമ്മൾ PSC പഠിച്ചെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു മെച്ചവുമില്ല. നമ്മൾ PSC കൊണ്ട് ഒരു പ്രൈവറ്റ് ജോലിക്ക് ചെന്നിട്ട് ഒരു കാര്യമില്ല. ആദ്യം ആലോചിക്കുക. ആ ഒരു നേരത്ത് നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു ഓൺലൈൻ കോഴ്സെങ്കിലും ഏതെങ്കിലും ഒരു സ്കില്ലോ അങ്ങനെ എന്തെങ്കിലും കൂടി ഒന്ന് പഠിക്കാൻ നോക്കിയാൽ നല്ലതായിരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നിങ്ങൾക്ക് കൂടി തോന്നിയിട്ടുണ്ടാവും. ആരും PSC മാത്രമായിട്ട് ഒതുങ്ങി കളയരുത് നിങ്ങളുടെ ലൈഫ്. അതെനിക്ക് പറയാനുള്ളൂ. ഇപ്പം എന്തായാലും ഞാൻ ഇതിൽ കുറച്ച് കമൻസ് കണ്ടു. ഞാനതൊന്ന് വായിക്കാം. കാരണം എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായി ഞാൻ മാത്രമല്ല ഇങ്ങനെയൊന്നും ചിന്തിക്കുന്നതെന്ന്. ഒരുപാട് കമൻസ് അതിൽ വന്നിട്ടുണ്ട് കേട്ടോ. മിക്കതും ഞാൻ കണ്ടേക്കുന്നത് ഇതിനെക്കുറിച്ച് ഉള്ള അവരുടെ വിഷമങ്ങളാണ് കണ്ടിട്ടുള്ളത്. ഒരാളിട്ടേക്കാണ് PSC പഠിക്കുന്ന ഏതൊരാൾക്കും ഇങ്ങനെയുള്ള വാർത്തകൾ വിഷമത്തോടെ കാണാൻ സാധിക്കുള്ളൂ. ഇദ്ദേഹത്തിന് ജോലി ഈ ലിസ്റ്റിൽ നിന്നും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേറൊരാൾ എഴുതിയേക്കാണ് എൻ്റെ മകൾ നഴ്സിംഗ് റാങ്ക് ലിസ്റ്റിൽ വന്നിരുന്നു. പക്ഷേ നിയമനം വന്നില്ല. ലിസ്റ്റിൽ ഉൾപ്പെട്ട കുട്ടികളെല്ലാവരും സമരം ചെയ്തു. പിന്നീടാണ് അറിഞ്ഞത് പിൻവാതിൽ നിയമനം നടന്നുവെന്ന്. ആ റാങ്ക് ലിസ്റ്റ് ഇന്ന് വരെ പരിഗണിച്ചിട്ടില്ല. എൻ്റെ മോള് UK പോയി രക്ഷപ്പെട്ടു. ഇത് എന്ന് വെച്ചാൽ ഇപ്പോൾ പരീക്ഷ പഠിച്ച് എഴുതുന്നത് മാത്രമല്ല ഭാഗ്യവും കൂടി വേണം. എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷം മുമ്പ് വരെ ഇത്രയും പ്രശ്നങ്ങൾ വലിയതായിട്ടൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇപ്പോഴൊക്കെ ഇത് കൂടുതലാണ്. പിന്നെ ഇത് കാണുന്ന ആരെങ്കിലും പാരൻസ് ഒക്കെ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടി കേൾക്കാനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഇതിനു വേണ്ടി ഫോഴ്സ് ചെയ്യാതിരിക്കുക. അവർക്ക് ഇഷ്ടമുള്ള ഫീൽഡിൽ പോട്ടെ. കാരണം ഇത് നിങ്ങളുടെ കാലത്തുള്ള സമയത്തെ പോലെയല്ല ഇപ്പോൾ എക്സാം. ഇപ്പോൾ ഭയങ്കര കോമ്പറ്റീഷനാണ്.
അപ്പോഴൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2, 3 തൊഴിൽ വാർത്ത വായിച്ച് തൊഴിൽ വീഥി വായിച്ചോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഒരുപാട് മാറി. പഠിച്ചാൽ മാത്രം പോരാ. ഇപ്പോൾ ഭാഗ്യവും കൂടി വേണം. അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അതൊക്കെ നിങ്ങള് ഇപ്പോൾ നിങ്ങളുടെ പാരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലാണ്ട് വേറെ വഴിയില്ല. ഇപ്പോൾ കുറേ പേര് വേറെ പ്രൈവറ്റ് ജോലിക്കൊക്കെ നോക്കി പോയി തുടങ്ങി. ഞാനും ഇപ്പോൾ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് ഇത് പറയണമെന്ന് തോന്നിയത്. നിങ്ങളിപ്പോൾ ഒരു 10, 30 വയസ്സായി 28 വയസ്സായി നിങ്ങളിപ്പോഴും വേറെ ജോലിക്കൊന്നും പോകുന്നില്ല. ഇതിന് വേണ്ടി മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടുപോകും. ഇപ്പം തന്നെ വേറെ ജോലി നോക്കിക്കോ. അല്ല നിങ്ങൾക്ക് ഷുവറാണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ യു ക്യാൻ പ്രൊസീഡ്. വീട്ടിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, പ്രാരാബ്ധങ്ങളൊന്നും ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ടിരുന്ന് പഠിക്കാം. പക്ഷേ എനിക്ക് കുറച്ച് പൈസ വേണം, നമുക്കൊരു പൈസ വേണം, നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ എന്നൊക്കെ ഉള്ളവർക്ക് എന്തെങ്കിലും ഒരു ജോലിക്ക് പോവുക, എന്തെങ്കിലും ഒരു സ്കില്ല് വളർത്തിയെടുക്കുക. ഈ ഗ്രാഫിക് ഡിസൈനോ അങ്ങനെ എന്തെങ്കിലും ഫ്രീലാൻസ് ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പോലത്തെ സ്കില്ലുകളില്ലേ, അതൊക്കെ പഠിക്കുക. എന്നിട്ട് ഒരു സൈഡായിട്ട് ഒരു വർക്ക്, അപ്പോൾ നിങ്ങൾക്കൊരു സ്കില്ലും ആവും. അതിൻ്റെ ഒപ്പം നിങ്ങൾ വേണമെങ്കിൽ ഇത് പഠിച്ചോ. ഞാനിത് PSC പഠിക്കണ്ട, ഫുള്ള് നിർത്ത്, നിങ്ങൾ നോക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു പ്ലാൻ ബി എപ്പോഴും വേണം. ഇതില്ലെങ്കിൽ നമുക്ക് വേറെ ഒന്നുണ്ട് എന്നുള്ള ഒരു ഇത് വേണം. അതെന്തായാലും മസ്റ്റാണ്. ഇനിയുള്ള കാലത്ത് അത് വേണം. PSC നോക്കിയിരുന്നിട്ട് ഇനി ഒന്നും നടക്കാൻ പോണില്ല. അതിനിപ്പോൾ ഞാൻ വായിക്കാം, അടുത്ത കമൻസ് വായിക്കാം. വേറെ ആളിട്ടേക്കാണ്, ശ്രുതിക്ക് നിയമനം കൊടുത്തത് ആഘോഷിച്ചവർ ഒന്നും ഈ ന്യൂസ് കാണില്ല. ഈ യുവാവിൻ്റെയും ഇയാളെപ്പോലെ കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്ന് പിൻവാതിൽ ചട്ടപ്രകാരമല്ലാത്ത ആശ്രിത നിയമനം വഴിയല്ല. കാരണം മനസ്സ് മടുത്തിരിക്കുന്നവരുടെ അവസ്ഥ ആര് കണ്ടാലും കണ്ട പോലെ നടിക്കില്ല. അതും വേറൊരു കാര്യമാണ്. ഇപ്പോൾ ശ്രുതിക്ക് നിയമനം കൊടുത്തതിൻ്റെ പേരിൽ ഒരുപാട് പേര്, ഞാൻ അടിയിൽ ഒരുപാട് കമൻസ് കണ്ടു കേട്ടോ. ഒരുപാട് പേര് വളരെ വിഷമിച്ച്, ചിലവർക്ക് വിചാരിക്കും അത് കിട്ടാത്തതിൻ്റെ ഒരു അസൂയയും കാര്യങ്ങളൊക്കെയാണെന്ന്. പക്ഷേ ഇത് കഷ്ടപ്പെട്ട് പഠിക്കുന്ന, ഞാൻ എന്തായാലും അത്ര കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും എനിക്ക് മനസ്സിലാവും, കുറേ പേര് കുട്ടികളെയൊക്കെ വെച്ചിട്ട് വീട്ടിൽ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അതൊക്കെ വെച്ചിട്ട് ഒരുപാട് പേര് ഇങ്ങനെ പഠിക്കുന്നുണ്ട് കഷ്ടപ്പെട്ട്. അപ്പോൾ അവർക്കൊക്കെ അത് കാണുമ്പോൾ എന്തായാലും വിഷമം വരും. ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നാൽ ജോലി കിട്ടുന്നത് വരെ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കം ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്. അത് ആ ഒരു ജോലി കിട്ടുന്നവരെ നമുക്കത് ഉറപ്പിക്കാൻ പറ്റില്ല. കിട്ടിയാലേ കിട്ടി എന്ന് പറയാൻ പറ്റുള്ളൂ. റാങ്ക് ലിസ്റ്റിൽ വന്നാലും ജോലി കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. അത് ശരിയാണ്. ആശ്രിത നിയമനമല്ല, ഞങ്ങളുടെ അവകാശമാണ് ചോദിക്കുന്നത്. ഒരുപാട് കണ്ണീരും സന്തോഷങ്ങളും ഉണ്ട് ഓരോ റാങ്കിന് പിന്നിലും. ഒരുപാട് പേരുടെ കുത്തുവാക്കുകൾ കേട്ടു സഹിച്ചു പഠിച്ചും മേടിച്ച റാങ്കിനെ മാനിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കുറേ പേര് സർക്കാരിനെ കുറേ പറയുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. എന്തോരം മാനസിക പിരിമുറുക്കമാണ് അനുഭവിക്കേണ്ടത്. എനിക്കത് ഓർത്തിട്ട് ഞാൻ ഇത്തിരി ഈ 2 വർഷം ഞാൻ വെറുതെ അധികം കഷ്ടപ്പെടാണ്ടിരുന്നിട്ട് തന്നെ എനിക്ക് ഒരുപാട് മാനസിക പിരിമുറുക്കം വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത്രയും കഷ്ടപ്പെടുന്നവരുടെയൊക്കെ കാര്യം ആലോചിക്കുമ്പോൾ അയ്യോ, എനിക്ക് ആരോഗ്യ വകുപ്പിൽ ഡ്രൈവറായി 13ാം റാങ്ക് കിട്ടിയിട്ട് 2016 അന്തംകമ്മിയുടെ താൽക്കാലിക ജീവനക്കാരോടുള്ള സ്നേഹം കാരണം ജോലി കിട്ടാതായതാണ്. അത് വേറൊരു കാര്യം. ഈ താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുന്നുണ്ട്. അതെന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷെ നമുക്ക് എന്തായാലും ഒരു സാധാരണ ആള് എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. പിന്നെ ഇതുപോലെ കമന്റ്സ് വരുന്നത് വായിച്ച് അതാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം എനിക്ക് മനസ്സിലായി, ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ഇതുപോലെ ചിന്തിക്കുന്നുണ്ട്. ഇനി ഇത് വെച്ചൊന്നും നമ്മൾ രക്ഷപ്പെടാൻ പോണില്ല എന്നുള്ളത്. ഇനി പിന്നെ വേറൊരു പ്രശ്നമാണ് ഇപ്പോൾ എന്താ പറയുന്നത്, ശ്രുതിയുടെ നിയമനം വെച്ചിട്ട് ഒരുപാട് പേര് വിഷമം പറയുന്നുണ്ട്. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ചിലവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ലതാണ്, ആ കുട്ടിക്ക് ഒരു ഇത് കിട്ടട്ടെ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഈ കഷ്ടപ്പെട്ടിരുന്ന് വേറെയും ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ഒരുപാട് കഷ്ടപ്പെട്ട് ആരും ഇല്ലാതെയൊക്കെ ഒരുപാട് വേറെയും ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ വിഷമമാണ് ആ കാണുന്നത്. അപ്പോൾ അതിൽ വന്ന കുറച്ച് കമന്റ്സ് ആണത്. പഠിക്കാനുള്ള സൗകര്യം കൊടുക്കൂ, അവർ പഠിച്ച് ജോലി വാങ്ങട്ടെ. ഉറക്കം കളഞ്ഞ് കഷ്ടപ്പെട്ട് ലിസ്റ്റിൽ വന്നാലോ ഇവർക്ക് നമുക്ക് ജോലി തരാൻ ഒഴിവില്ല പോലും. ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ ഇവർക്ക് ഒഴിവുണ്ട് താനും. ഒട്ടും യോജിക്കാൻ പറ്റാത്ത കാര്യമാണ്. അങ്ങനെ എങ്കിൽ കുടുംബം മൊത്തം നഷ്ടപ്പെട്ട ആ നൗഫലിന് എന്തിയെ ജോലി കൊടുക്കാത്തത്? അങ്ങനെയാണ് ഒരു കമന്റ് വന്നേക്കുന്നത്. ഇങ്ങനെ പറയുന്നവർക്ക് ചിലവർ വിചാരിക്കും എന്ത് ദുഷ്ടനാണ്, ദുഷ്ടമനസ്സാന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളും വിഷമങ്ങളും അതിൽ നിന്നാണല്ലോ അവർ പഠിക്കുന്നത്. കഷ്ടപ്പെട്ട് പഠിച്ച റാങ്ക് ലിസ്റ്റിൽ പേരും വന്നു. അഡ്വൈസ് മെമ്മോ കാത്തിരിക്കുന്നവർ ഇപ്പോൾ ആരായി? ഒരു എക്സാം പാസ്സാകുക എന്ന് പറഞ്ഞാൽ ഒരു ഹിമാലയൻ ടാസ്ക് ആണ്. ഞാനൊരു 3 വർഷം പഠിച്ചു തേങ്ങ ഉടച്ച് നിർത്തലാക്കിയതാ. നിർത്താനായിട്ട് നമ്മളിത് നിർത്താൻ നോക്കിയാലുണ്ടല്ലോ നടക്കൂല. എനിക്ക് ഇഷ്ടമല്ലാണ്ട് ഇതിൽ ഇറങ്ങിയതാ. പക്ഷെ ഇത് നിർത്താനായിട്ട് ഞാൻ കുറച്ച് നാൾ പാടുപെട്ടു. നമുക്ക് ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് നിർത്താൻ തോന്നൂല. കാരണം അയ്യോ നിർത്തണോ, ഞാൻ ഒന്നും കൂടി നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും, 1 വർഷം കൂടി നോക്കാം, അത് കഴിഞ്ഞ് 1 വർഷം കൂടി നോക്കാം, അതിന് 1 വർഷം കൂടി നോക്കാം, ഇങ്ങനെ പോകും. ഇത് നിർത്താൻ കുറച്ച് പാടാണ്. ഞാൻ നിർത്താൻ കുറച്ച് കഷ്ടപ്പെട്ടു. ഞാൻ ഈ ബുക്കുകളൊക്കെ ഒരു പെട്ടിയിലാക്കി അടച്ച് ഞാൻ തൊടാത്ത സ്ഥലത്തേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. തൊടാതിരിക്കാനായിട്ട്. വേറെ വഴിയില്ല.
കാരണം എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റുന്ന പണിയല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ വേറെ കാര്യങ്ങൾ നോക്കുകയാണ് ഇപ്പോൾ രക്ഷപ്പെടാനായിട്ട്. പിന്നെ രാവും പകലും പഠിച്ച ലിസ്റ്റിൽ നല്ല റാങ്കിൽ വന്നാലും ഓഫീസുകൾ കയറിയിറങ്ങി വേക്കൻസി റിപ്പോർട്ട് ചെയ്യിക്കണം. അതിലും വലിയ ഗതികെട്ട അവസ്ഥ വേറെ ഇല്ല. അതിനിടയിലാണ് ഇത്തരം നെറികേടുകൾ. നിലവിലുള്ള ലിസ്റ്റിൽ നിന്നും 50% പോലും നിയമനമായിട്ടില്ല. ആ കുട്ടിക്ക് എത്ര ലക്ഷം വേണമെങ്കിലും സർക്കാർ കൊടുക്കട്ടെ, അടുത്ത നിയമനം പ്രതീക്ഷിച്ചിരിക്കുന്ന ലിസ്റ്റിലുള്ളവരുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ പഠിച്ച് പരീക്ഷ എഴുതാൻ വേണം, വേക്കൻസിയൊക്കെ നമ്മൾ തന്നെ പോയി റിപ്പോർട്ട് ചെയ്യണം. അതൊക്കെ എന്ത് ഇതാണല്ലേ? അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടമാണ്. നമ്മളൊക്കെ ഇതിന് കാരണം ഒരുപാട് പേര് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് മോളെ ഈ ഇത്രയും വർഷങ്ങൾ വെറുതെ കളയണേ, സമയം കളയണേ ഇത് നോക്കി. കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു സമയത്ത് അറിയാലോ, എല്ലാവരും ഇങ്ങനെ പറയും, നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യും. അതൊന്നും നോക്കരുതെന്നുള്ള ഇതിൽ അങ്ങോട്ട് പോയി. പക്ഷേ ഇപ്പം മനസ്സിലായി കാര്യങ്ങളൊക്കെ. ഞാനിത് ആരും ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. നിങ്ങൾക്ക് ഇത് അത്ര 100% ഷുവർ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നോക്കാം. പക്ഷേ ഒരു പരിധി വയ്ക്കുക. ഞാനൊരു 2 വർഷം നോക്കും. എന്നിട്ട് രക്ഷയില്ലെങ്കിൽ ഞാൻ വേറെ പണിക്ക് പോകും എന്നുള്ളൊരു വയ്ക്കുക. അല്ലെങ്കിൽ വേറെ പണിക്ക് പോയിട്ട് നിങ്ങൾ അതിൻ്റെ കൂടെ ഇത് നോക്കുക. അല്ലെങ്കിൽ അതും ഇല്ല ഇതും ഇല്ലാണ്ടായി പോകും. ലാസ്റ്റ് നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മൾ പ്രൈവറ്റ് ജോബ് നോക്കും വേണ്ടല്ലോ, നമ്മൾ ഫ്രഷർ ആയിരിക്കും. അപ്പോൾ നമ്മളെക്കാളും ഇളയ ആൾക്കാർ ഈ ജോലി കഴിഞ്ഞ അപ്പം തന്നെ പഠിത്തം കഴിഞ്ഞ അപ്പം തന്നെ ജോലിക്ക് പോയിട്ടുള്ളവർ നല്ല സാലറിയിൽ എത്തിയിട്ടുണ്ടാവും. നമ്മൾ 15,000-ൽ നിന്ന് തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാനൊരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ എനിക്കും അത്രയൊക്കെ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ എത്രയും വേഗം പോകാമോ അത്രയും വേഗം പോകാൻ നോക്കാം. ആശ്രിത നിയമനം കുറയ്ക്കണമെന്ന് ഹൈക്കോർട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. വർഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുള്ള സന്തോഷങ്ങളെല്ലാം മാറ്റിവെച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് ലിസ്റ്റിൽ വന്നാൽ പോലും ജോലിയില്ല. ലിസ്റ്റിലുള്ള ആളെ എടുക്കാൻ പറയുമ്പോൾ സാമ്പത്തിക മാന്ദ്യവും. ഇപ്പോൾ ജോലി കിട്ടണമെങ്കിൽ ദുരന്തം ഉണ്ടാവണമെന്നായി. വോട്ട് മുഖ്യം ബിഗിലെ. എൻ്റെ പൊന്നോ, അങ്ങനെ ഹൈക്കോർട്ട് പറഞ്ഞിട്ടുണ്ടോ? എനിക്കറിയില്ല കേട്ടോ അത് ആശ്രിത നിയമനം കുറയ്ക്കണം എന്നുള്ളത്. നമ്മൾ ഇതിപ്പോൾ എന്തോരം പേര് കഷ്ടപ്പെട്ട് പഠിക്കുന്നത്. അപ്പോൾ എന്തായാലും പഠിക്കുന്നവർക്ക് കൊടുക്കുക എന്നുള്ളത്. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ള, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് ഈ സഹായനിധിയൊക്കെ ഉണ്ടല്ലോ ദുരന്തത്തിൻ്റെ, അതിൽ നിന്ന് അവർക്ക് വേണ്ട പൈസ കൊടുക്കുക. അല്ലെങ്കിൽ വീടൊന്നും ഇല്ലാത്തവർക്ക് വീട് വെച്ച് അങ്ങനെയൊക്കെ കൊടുക്കുക. അവർക്ക് തുടർന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെയാണ് മിക്കവരും പറയുന്നത്. അതിനോട് ഞാനും യോജിക്കുന്നു. ഞങ്ങളുടെ ലിസ്റ്റ് തീരാറായി. ഒഴിവ് റിപ്പോർട്ട് ചെയ്യാൻ ഓഫീസിൽ ചെന്നപ്പോൾ ഏമാന്മാർ പറഞ്ഞത് സൗകര്യമുള്ളപ്പോൾ റിപ്പോർട്ട് ചെയ്യുമെന്നാണ്. ഞങ്ങൾ കണ്ടെത്തി കൊടുക്കുന്നതിൻ്റെ പകുതി പോലും റിപ്പോർട്ട് ആവുന്നില്ല. വേക്കൻസി റിപ്പോർട്ട് ചെയ്യാലല്ലേ നമുക്ക് ആൾക്കാരെ നിയമിക്കാൻ പറ്റുള്ളൂ. ഇത് ഒരുപാട് ഡിസഡ്വാൻറ്റേജ് ഉണ്ട് ഈ PSCക്ക്. കാരണം ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. പെട്ടെന്നൊന്നും നമുക്ക് ജോലി കിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും പഠിച്ചൊരു ലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു പ്രൈവറ്റ് ജോലിക്ക് പോകാൻ നോക്കുക. കാരണം അതും പ്രതീക്ഷിച്ചിരിക്കരുത്. വേറൊരു ജോലിക്ക് പോകാൻ നോക്കുക. അല്ലെങ്കിൽ ലൈഫ് കോഞ്ഞാട്ടയാവും. പിന്നീട് നമ്മൾ ഇവിടെ നിന്നൊക്കെ ഒളിച്ചോടേണ്ടി വരും പല സ്ഥലത്തേക്കൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കോഴ്സൊക്കെ കഴിഞ്ഞ് വല്ല പുറത്തേക്കൊക്കെ എവിടെയെങ്കിലും പോയി കുറച്ച് പൈസയൊക്കെ സമ്പാദിച്ച്, എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ, വീട്ടിലെന്തെങ്കിലും കടബാധ്യത അങ്ങനെയൊക്കെ ഉള്ളവർ പുറത്തേക്കൊക്കെ പോയിട്ട് കുറച്ച് പൈസയൊക്കെ സമ്പാദിച്ച് കുറച്ച് സേവിങ്സ് ആക്കി വെക്കുക. പിന്നെന്താന്ന് പറയട്ടെ, നിങ്ങൾ ട്രേഡിംഗ് ഒക്കെ പഠിക്കാൻ പറ്റുമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ട്രേഡിംഗ് ഒന്നും നോക്കണ്ട, അല്ലാതെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ ഈ ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ നോക്കുക. അതൊക്കെ പഠിക്കാൻ നോക്കുക. കാരണം ഈ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത് നല്ല കാര്യമാണ്. കുറച്ചൊക്കെ നമ്മൾ സേവ് ചെയ്യണം പൈസ. ഉള്ളത് മൊത്തം ദൂർത്തടിച്ച് കളയരുത്. ആർഭാടം കാണിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരുപാട് ചിലവരുണ്ട് കയ്യിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ആർഭാടങ്ങൾ കാണിച്ചു കൊടുക്കും. അതൊക്കെ ഒന്ന് കുറയ്ക്കുക. നമ്മൾ ഉള്ള പൈസ 10,000 എങ്കിൽ 10,000, 15,000 എങ്കിൽ 15,000, അതിൽ നിന്നൊരു 2,000 എങ്കിലും നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റുമെങ്കിൽ മാറ്റി വയ്ക്കുക. എന്തെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടോ അങ്ങനെയുള്ള കാര്യത്തിലേക്കുള്ള അറിവുകൾ കൂട്ടാൻ നോക്കുക. അതൊക്കെയാണ് നമുക്ക് ലൈഫിൽ നല്ല ഒരു ബെറ്ററായിട്ട് വരുന്നത്. അതൊക്കെ ചെയ്യാൻ നോക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ സാമ്പത്തിക ഭദ്രത നേടേണ്ടത്. സാമ്പത്തിക ഭദ്രത എന്നൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ കയ്യിൽ പൈസ ഉണ്ടാക്കേണ്ടത്. പിന്നെ ബിസിനസ്സൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങുക. എന്തെങ്കിലും പുതിയ സ്കില്ലൊക്കെ പഠിക്കുക. അല്ലാതെ PSC കിട്ടിയാലേ ജീവിതം രക്ഷപ്പെടൂ എന്നുള്ളത് ഇനി നോക്കിയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആരും ഡിമോട്ടിവേറ്റ് ചെയ്യാനായിട്ടല്ല പറയുന്നത്. പിന്നീട് ഞാനിപ്പോൾ ആലോചിക്കുന്നുണ്ടായിരുന്നു, ഈ 2 വർഷം ഞാൻ വെറുതെ കളഞ്ഞു. എനിക്ക് എന്തെങ്കിലും വല്ല സ്കില്ല് പഠിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ ആകെ ഞാനിപ്പോൾ ഒരു ഫ്രഷറായിട്ട് വീണ്ടും കയറേണ്ടി വരില്ലേ. ഫ്രഷർ, എനിക്കൊരു 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അത് വെച്ചിട്ട് കുഴപ്പമില്ലാണ്ട് പോവാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ അഭിപ്രായം എന്താണ്? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. നിങ്ങളുടെ അഭിപ്രായം പറയാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ PSC ചാൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ആരുടെയെങ്കിലും കണ്ണ് തുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം, എനിക്ക് അഭിമാനിക്കാമല്ലോ.
അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ വീഡിയോടെ ഞാൻ എല്ലാം പറഞ്ഞു ഞാൻ അങ്ങനെ എഴുതി വെച്ച് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി പറയുന്ന ഒരാളൊന്നുമല്ല. എനിക്ക് ഇപ്പൊ വരുന്ന കാര്യം ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ, ബൈ.